ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. ലോക ഫുട്ബോൾ പ്രേമികളെല്ലാം ഒരുപോലെ കാത്തിരിക്കുന്ന തകർപ്പൻ പോരാട്ടത്തിന് ഇനി വെറും മണിക്കൂറുകൾ മാത്രം. അതെ, ഒളിമ്പിക്സ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ഫ്രാൻസും അർജൻറ്റീനയും തമ്മിൽ മുഖാമുഖം വരാൻ പോവുകയാണ്. നമുക്കറിയാം, 2022 ഖത്തർ വേൾഡ് കപ്പിൽ കലാശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ തകർത്തായിരുന്നു അർജൻറ്റീനയുടെ സീനിയർ ടീമെന്ന് കപ്പ് ഉയർത്തിയതെങ്കിൽ അതേ അർജൻറ്റീനയുടെ യുവനിരയെ തകർത്തെറിയാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് തന്നെയാണ് ഇപ്പോൾ ഫ്രാൻസിന്, അതും അവരുടെ നാട്ടിൽ കൈവന്നിട്ടുള്ളത്. സോ പാരീസ് ഒളിമ്പിക്സിൻ്റെ ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ 12:30 തകർപ്പൻ പോരാട്ടം. ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഫ്രാൻസ് വേഴ്സസ് അർജൻറ്റീന. സോ ലോക ഫുട്ബോൾ പ്രേമികളെല്ലാം ഒരുപോലെ കാത്തിരിക്കുന്നൊരു പോരാട്ടം തന്നെയാണ്. നമുക്കറിയാം, ഇരു ടീമിൻ്റെയും യുവനിരയാണെങ്കിൽ പോലും സ്വന്തം മണ്ണിൽ കണക്ക് വീട്ടേണ്ടതുണ്ട് ഫ്രാൻസിനും. സോ ഫ്രാൻസ് വേഴ്സസ് അർജൻറ്റീന മാച്ച് പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി മെക് സ്റ്റുഡിയോ എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഒപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കും. അപ്പോൾ ഞാൻ ഇവിടുന്ന് ലേറ്റസ്റ്റ് സ്പോർട്സ് അപ്ഡേറ്റ്സ് എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അർജൻറ്റീന വേഴ്സസ് ഫ്രാൻസ്, ആദ്യം തന്നെ നമുക്കൊരു അവരുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ഫ്രാൻസിനെ സംബന്ധിച്ച് തികഞ്ഞ കിരീട പ്രതീക്ഷ തന്നെയാണ് അവർക്ക് ഉള്ളത്. ലീഗ് സ്റ്റേജിൽ കളിച്ച 3 മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റോട് കൂടിയ തകർപ്പൻ ജയമായിരുന്നു ഫ്രാൻസ് നേടിയത്. ഒപ്പം ഏറ്റവും അവസാന ലീഗ് സ്റ്റേജ് പോരാട്ടത്തിൽ USA-ക്കെതിരെ എതിരില്ലാത്ത 3 ഗോളിൻ്റെ തകർപ്പൻ വിജയം കൂടി നേടിയാണ് ഫ്രാൻസ് ക്വാർട്ടർ ഫൈനൽ ബെർത്ത് ഉറപ്പാക്കിയിട്ടുള്ളത്. വളരെ ശക്തമായ അറ്റാക്കിംഗ് യുവനിര തന്നെയാണ് ഫ്രാൻസിൻ്റെ കരുത്ത്. നമുക്ക് നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റൽ പാലസിൻ്റെ മൈക്കൽ ഒലിസും അതോടൊപ്പം ലയോൺസിൻ്റെ അലക്സാണ്ടർ ലസാസിനെയും അങ്ങനെ ഒരുപാട് മികച്ച വണ്ടർ കിഡ്സ് നിറഞ്ഞ ഒരു ടീം തന്നെയാണ് ഫ്രാൻസ്. അതേസമയം അർജൻറ്റീനയിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം, നിക്കോളാസ് ഒട്ടാമെൻ്റി, ഹൂലിയൻ അൽവാരസ് തുടങ്ങിയ സീനിയർ താരങ്ങൾ ഉണ്ടായിട്ട് പോലും ലീഗ് സ്റ്റേജിൽ കാര്യമായ പ്രകടനം കാഴ്ചവെക്കാൻ അർജൻറ്റീനയ്ക്ക് സാധിച്ചിട്ടില്ല. ലീഗിലെ ആദ്യ മത്സരത്തിൽ തന്നെ മൊറോക്കോയുടെ ഒരു അപ്രതീക്ഷിത പരാജയം നേടിയാണ് അർജൻറ്റീന വരുന്നത്. ഒപ്പം അവരുടെ ലീഗ് സ്റ്റേജിലെ പോരാട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ ലീഗ് സ്റ്റേജിലെ മത്സരങ്ങളിലെല്ലാം അവർ ഗോൾ വഴങ്ങിയിട്ടുണ്ട്. ഒരു ക്ലീൻ ഷീറ്റ് പോലും നേടാൻ അർജൻറ്റീനയ്ക്ക് സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ 6 ഗോളുകളാണ് ലീഗ് സ്റ്റേജിൽ അർജൻറ്റീന നേടിയതെങ്കിൽ 7 ഗോളുകൾ ഫ്രാൻസ് നേടിയിട്ടുണ്ട്. ഫ്രാൻസിനെ സംബന്ധിച്ച് മികച്ച ഒത്തിണക്കമുള്ള ഒരു അറ്റാക്കിംഗ് നിരയും അതോടൊപ്പം തന്നെ മികച്ച ഒരു ഡിഫൻസീവ് ലൈനുമുള്ള ടീമാണ് ഫ്രാൻസ്. എന്നാൽ അർജൻറ്റീനയെ സംബന്ധിച്ച് അറ്റാക്കിങ്ങിൽ അവർ അല്പം മികച്ച പ്രകടനം പുറത്തെടുക്കുന്നെങ്കിൽ പറയുമ്പോൾ പോലും ക്യാപ്റ്റൻ നിക്കോളാസ് ഒട്ടാമെൻ്റി നയിക്കുന്ന ഡിഫൻസ് വളരെ പരിതാപകരമായ പ്രകടനമാണ് ഈ ഒരു ഒളിമ്പിക്സിൽ ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത്. അതിൻ്റെ വ്യക്തമായ ഉദാഹരണം തന്നെയായിരുന്നു ലീഗിലെ ആദ്യ പോരാട്ടത്തിൽ തന്നെ മൊറോക്കോയോട് അവരുടെ പരാജയം. സോ ഇനി ഫ്രാൻസ് വേഴ്സസ് അർജൻറ്റീന സ്റ്റൈലിഷ് ക്വാർട്ടർ ഫൈനലിലെ പ്രോബബിൾ 11 എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഫ്രാൻസിലേക്ക് വരണമെങ്കിൽ റസ്റ്റ് ആയിരിക്കും അവരുടെ ഗോൾ വല കാക്കാൻ പോകുന്നത്. ട്രഫോർഡ്, ലുക്കബ, ബെയ്ഡ്, സിൽഡില, കോനെ, ചൊതാട്ട്, മിലോറ്റ്, ഒലീസ്, ലക്കാസെറ്റ്, മറ്റേറ്റ എന്നിവരായിരിക്കും ഫ്രാൻസിൻ്റെ നിരയിലിറങ്ങാൻ പോകുന്നത്. അർജൻറ്റീനയ്ക്ക് വരണമെങ്കിൽ റൂഡി ആയിരിക്കും അവരുടെ ഗോൾ വല കാക്കാൻ പോകുന്നത്. ബറേറ്റോ, ക്യാപ്റ്റൻ നിക്കോളാസ് ഒട്ടാമെൻ്റി, ഡെക്കേസറോ, ഗാർഷ്യ, മെദീന, ഹേഴ്സ്, ഫെർണാണ്ടസ്, അൽമാഡ, ഹൂലിയൻ അൽവാരസ്, ബെൽട്രാൻ എന്നിങ്ങനെയായിരിക്കും അർജൻറ്റീനയുടെ സാധ്യത 11 വരാൻ പോകുന്നത്. സോ ഇന്ത്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ 12:30 പാരീസ് ഒളിമ്പിക്സിൻ്റെ 1ാം ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസ് വേഴ്സസ് അർജൻറ്റീന പോരാട്ടം നടക്കാൻ പോകുന്നത്. കണക്ക് വീട്ടാനാണ് ഫ്രാൻസ് സ്വന്തം മണ്ണിൽ ഇറങ്ങുന്നതെങ്കിൽ ഫ്രാൻസിനെ തകർത്ത് ആ ഒരു പ്രീ ക്വാർട്ടറിലേക്ക് പോകാനായിരിക്കും അർജൻറ്റീനയുടെ തന്ത്രം. സോ ഒരുപാട് വാഗ്വാദങ്ങളുമൊക്കെ നിറഞ്ഞ ഒരു തകർപ്പൻ പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.